ഹലോ, നമുക്കിന്ന് ക്യാപ്കട്ടിൽ ഈ ഫോണ്ട് സ്റ്റൈലൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. ഞാൻ ഈ ഒരു മെത്തഡിലാണ് എൻ്റെ ഫോട്ടോസിനൊക്കെ ഫോണ്ട് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ക്യാപ്കട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫോണ്ട് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നമ്മൾ ഏത് പിക്കാണോ ഫോണ്ട് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്, സോ ആ പിക്ക് നമ്മൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ക്യാപ്കട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ടൊരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതേപോലെ ഒത്തിരി ടൈപ്സ് കാണിക്കും. ടെംപ്ലേറ്റ്, ഫോണ്ട്, സ്റ്റൈല് ആൻഡ് എഫക്ട്സ്, ആനിമേഷൻ, ബബിൾസിൽ വേണമെങ്കിൽ അങ്ങനെ ഒത്തിരി ടൈപ്സ് അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ലോഡായി നമ്മുടെ ആ ഒരു പേജിലോട്ട് തന്നെ അത് ഇൻപുട്ട് ആവുന്നതാണ്. അപ്പോൾ ഇൻപുട്ട് ആയതിനു ശേഷം അതിൻ്റെ താഴെയിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ ടൈപ്പ് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വേർഡ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും അതല്ലെങ്കിൽ നമ്മുടെ ആ പേജിൽ എവിടെ മൂവ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ ചെയ്യാം. അതെല്ലാം നമുക്ക് ബബിൾസിലുള്ള ഒരു ടെക്സ്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇപ്പോൾ ഒരു വൈറ്റ് കളറിലായിരിക്കും ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. സോ നമ്മളത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഫോണ്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോഴേക്കും അവിടെയായിട്ട് തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിലോട്ട് നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നല്ലൊരു VPN യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്ട്സും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. നോർമൽ ക്യാപ്കട്ടിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ നല്ലൊരു VPN യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന VPN വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് DM ചെയ്യുന്നതാണ്. ലിങ്ക് അത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ ഫോണ്ട് സൈസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തമ്മയിൽ ഒരു ടൈപ്പ് ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫോണ്ട് ടെക്സ്റ്റൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു പിക്ക് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് ഓക്കെ ഡൺ കൊടുത്തതിന് ശേഷം നമുക്കത് താഴെയായിട്ട് തന്നെ സ്റ്റിക്കേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടാണ്. സോ ആ സ്റ്റിക്കേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറി ഓൾറെഡി നമുക്ക് ഏതെങ്കിലും ഒരു പിക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഗാലറിയിലുള്ള ഒരു പിക്കാണ് നിങ്ങൾക്ക് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഗാലറിയിലുള്ള ഏത് പിക്ക് വേണമെങ്കിലും നമുക്കവിടെ സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു പിക്ക് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ നമ്മുടെ ഈ പിക്കിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ ഫോണ്ട് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2-3 മെത്തേഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ക്യാപ്കട്ട് യൂസ് ചെയ്ത് ഈ ഒരു ടൈപ്സൊക്കെ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുമാത്രമല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് VPN വേണമെങ്കിൽ എനിക്കൊന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ DM ചെയ്യുന്നതാണ് ലിങ്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.